വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും അതുപോലെ നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു സജസ്റ്റഡ് വീഡിയോ ആണ്. കൂടുതൽ ആളുകൾ ഒരു എക്സ്റ്റേൺ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അപ്പോൾ അവരുമായിട്ടായിരിക്കും കൂടുതൽ ഈ ഒരു റീഡിങ് കണക്റ്റ് ആയിട്ട് വരിക എന്ന് വിചാരിക്കുന്നു. അല്ലാത്തവരും ജസ്റ്റ് കണ്ടു നോക്കുക, റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു റീഡിങ് നോക്കുമ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ഇതാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ക്ഷമ പറയുക എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെ ക്ഷമ പറയാൻ പറ്റാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും അവരോട് ക്ഷമ പറയുക. അതുപോലെ തന്നെ പിന്നീട് ഇത് ആവർത്തിക്കാതിരിക്കാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്ന കാര്യം എന്താണെങ്കിലും നിങ്ങൾ ചെയ്യരുത്. ഇതാണ് ഇവിടെ ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്പ്രെഡിൽ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ നന്നായി പ്രണയിക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ അവരെങ്ങനെ ആണെങ്കിലും നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആണ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കോണ്ടാക്റ്റിലുണ്ട്, പക്ഷെ പഴയ സ്നേഹമില്ല. എങ്ങനത്തെ രീതിയിലാണെങ്കിലും വളരെയധികം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഓരോ കാർഡ് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഓരോരോ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് പഴയ ഇമോഷൻസ്, നിങ്ങളുമായിട്ട് വളരെ ഡീപ്പ് ഫീലിംഗിൽ ഇരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസ് അവർ വളരെയധികം ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ നിങ്ങൾ ലാസ്റ്റായിട്ട് പിരിഞ്ഞ സമയത്ത് പോലും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹർട്ട് ചെയ്യുന്ന, വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് കുഴപ്പമില്ല, അത് എൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ്, എൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് തെറ്റുകളുണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ ഓർമ്മകളും അവരുടെ മനസ്സിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഭാരം അവർ ചുമക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വിഷമിക്കുന്നുവോ, വേദനിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ആ ഒരു സെയിം ഫീലിങ്സ് തന്നെ അവർക്കും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ ഒരു പഴയ നല്ല ഓർമ്മകളിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. അതൊക്കെ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും സ്നേഹിച്ച് നല്ല രീതിയിൽ കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ എന്നെ ഇത്ര ക്രൂരമായിട്ട് ഹർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതായിരിക്കാം ഈ ഓരോ ഫീലിങ്സിലും ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ ശ്രമിച്ചാലും പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ നിന്ന് അവർക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ല. ഇത് വേണ്ട, വലിച്ചെറിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് അതിന് പറ്റുന്നില്ല. അപ്പം ആ ഒരു ഭാരം പേറിയാണ് അവർ നടക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങളുടെ പോരായ്മകളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഒരുപാട് പൊസസീവായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇതെന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ ചിന്തിച്ച രീതിയിലല്ല. ആ കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ പ്രണയത്തെ അവർ മറ്റൊരു തരത്തിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറച്ചുകൂടി ഒരു സ്പിരിച്വലി അവർ ദൈവവുമായിട്ടൊക്കെ അടുത്തതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിയ പല കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് നല്ല നല്ല കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രോബ്ലംസ് ചുറ്റുമുണ്ടെങ്കിലും സാരമില്ല, എനിക്ക് എത്രയും വേഗം ഒരു റീകൺസിലേഷൻ ചെയ്തേ പറ്റൂ എന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇവർക്കും നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം ഇവർ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ആകാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ട് വരാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളും കൂടിയാണ്, അല്ലാതെ ഞാൻ മാത്രമൊന്നുമല്ല എന്നൊരു ചിന്ത അവർക്കുണ്ട്. എന്തൊക്കെയായാലും അവരിപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിശക്തമായിട്ടുണ്ട്. അവർക്ക് അത് ലെറ്റ് ഗോ ചെയ്ത് കളയാനൊന്നും പറ്റുന്നില്ല. നല്ലതായാലും ചീത്തയായാലും ചില സമയത്ത് പെടുത്തലുകളും ഒക്കെ ഉണ്ടാകും. അത് റിലേഷൻഷിപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്. നിങ്ങളെ എങ്ങനെ അവരെ ഓർക്കുന്നോ അതേപോലെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ നിങ്ങളുടെ ഒരു ചിന്തകളുടെ ഒരു മിറർ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ലൊരു റീഫ്ലക്ഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അവരുടെ എനർജി നോക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ഈ റിലേഷൻഷിപ്പിന്റെ സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി പുതിയൊരു സ്റ്റാർട്ട് വേണം എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ. അതുപോലെ തന്നെ അവരുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നാണ് ഉള്ള ഒരു കാര്യം അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആ ഒരു നല്ല ഓർമ്മകൾ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്തിൽ തിരിച്ചു പോകാനായിട്ട്, ആ ഒരു പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാലം ഒരിക്കൽ കൂടി വന്നിരുന്നെങ്കിൽ പല നല്ല കാര്യങ്ങളും അവരുടെ ഓർമ്മയിൽ വരുന്നുണ്ട്. അപ്പൊ എത്രയോ സന്തോഷകരമായിരുന്നു ആ സമയം എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു വീണ്ടും വീണ്ടും വന്നിരുന്നെങ്കിൽ എന്നൊരു ഭയങ്കരമായിട്ട് തീവ്രമായ ഒരു ആഗ്രഹം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് വീണ്ടും ഒരു റീസ്റ്റാർട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത്രയധികം പോസിറ്റീവായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ അറിയുന്ന വ്യക്തിയായിരിക്കില്ല, അല്ലെങ്കിൽ ഒരാളെ അട്രാക്ട് ചെയ്യുന്ന ടെക്നിക്സ് അറിയുന്ന വ്യക്തിയായിരിക്കില്ല. ഇതൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഈ വ്യക്തി എപ്പോഴും ചിന്തിച്ചു, നിങ്ങൾ ഹർട്ട് ചെയ്തതാണേലും വേണ്ടില്ല, അവർ ഹർട്ട് ചെയ്തതാണ് എന്താണേലും വേണ്ടില്ല, എനിക്ക് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്ന് ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആ നല്ല കാര്യങ്ങൾ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളും എല്ലാം അവര് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒത്തിരി മെമ്മറീസ്, നിങ്ങളെ കുറിച്ചുള്ള മെമ്മറീസ് ഒക്കെ അവര് ഓർത്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്തകളാണ് നമ്മളെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ ഏത് രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ തനിയെ പോകും. അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അവര് ഒരു റീയൂണിയൻ തന്നെ സാധ്യമാക്കും. അപ്പൊ നിങ്ങളുടെ ഒരു എനർജിയും മിറർ എനർജി തന്നെയാണ്. അവർ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരേ ഒരു വഴിയിലേക്ക് കയറി സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവരിപ്പോൾ ഉള്ളത് ഒരു വഴി, ഒരു സെപ്പറേറ്റഡ് ആയ ഒരു വഴിയിൽ തന്നെയാണ്. നിങ്ങൾ ഉള്ളതും മറ്റൊരു വഴിയിലാണ്. പക്ഷെ നിങ്ങളുടെ ഈ രണ്ട് ചിന്തകൾ വന്ന് ജോയിന്റ് ആവുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു വഴിയിലേക്ക് വരുന്നു. അപ്പോഴാണ് അവിടെ ഒരു റീസ്റ്റാർട്ട്, ഒരു റീയൂണിയൻ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്ത് നോക്കാം. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ റിലേഷൻഷിപ്പിൽ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാർഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു നയൻ ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സക്സസിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് നയൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 8 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ടും സക്സസിനെ കാണിക്കുന്ന കാർഡ് തന്നെയാണ്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സ്, 7 ഓഫ് സോഡ്സ്, ഇത്രയും കാർഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെയധികം സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് വീണ്ടും നമുക്കിവിടെ കിട്ടുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡുകളൊക്കെ തന്നെയാണ്
പിന്നെ ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഒരു പരിഭവം അല്ലെങ്കിൽ അവരുടെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മനസ്സിൽ വളരെ തെളിഞ്ഞൊരു പിക്ചറാണ് നിങ്ങളെക്കുറിച്ച് ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സ്ട്രോങ് ആയിട്ട് റീകൺസിലേഷൻ കാർഡുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ അത്രയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നു, എങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങൾക്കരികിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മളിനി നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരമുള്ള വ്യക്തികൾ നിങ്ങളെ പണ്ടും സ്നേഹിച്ചിരുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചകൾ കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് പോകേണ്ടതായിട്ട് വന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരിവിടെ നിങ്ങളെ പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊരു ലെസൺ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ഇവർ പോയതിനു ശേഷം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലായതിനു ശേഷം അവരൊരു ലെസൺ പഠിക്കുകയാണ്. അവരുടെ ലൈഫിൽ അവർക്ക് ഇപ്പോൾ കുറച്ച് ടൈം വേണം, അതിനുശേഷം മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ് അവരുടെ ഒരു എനർജി. അവരത് നിങ്ങളോട് അത്രയും ഒരു സ്നേഹം ഉണ്ട് അവർക്കെങ്കിലും ഇതൊരു റൈറ്റ് ടൈം അല്ല. അവരുടെ മനസ്സിൽ അവര് ചിന്തിക്കുന്നത് ഇതൊരു കറക്റ്റായ സമയം അല്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് സ്നേഹം എല്ലാം അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇതല്ല ഞാനിപ്പോൾ അവരിലേക്ക് ചെല്ലേണ്ടുന്ന ഒരു സമയം എന്നവർ വിചാരിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് കിട്ടുന്നത്. അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ടെങ്കിൽ പോലും അവർക്ക് വരാൻ പലതരത്തിലുള്ള തടസ്സങ്ങൾ മുന്നിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു തടസ്സങ്ങളാണ് അവരെ ഇങ്ങനെ പിൻവാങ്ങി നിൽക്കാവുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സ്നേഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അവരുടെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കിപ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റാത്തതായിട്ടാണ് കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് യെസ് ഐ ആം ജെലസ് ബിക്കോസ് ഐ ആം നോട്ട് റെഡി ടു ഷെയർ യു വിത്ത് എനി വൺ, യു ആർ മൈൻ. ഓക്കെ, അവർക്ക് വളരെയധികം അസൂയുണ്ട്, അവർ ഭയങ്കര ജെലസ് ആണ്. ബിക്കോസ് നിങ്ങളെ ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. അവർക്കറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഹർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുകയാണ് നിങ്ങളാണ് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, നമ്മുടെ റീഡിങ്ങുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്ലൂ ആണിത്. കുറച്ച് ലെസൺസ് ഈ ഒരു സമയത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവർക്കെന്ന് നമ്മൾ ഓൾറെഡി റീഡിങ് കണ്ടിരുന്നു. അതുകൊണ്ട് ആ ലെസൺസ് പഠിച്ചതിന് ശേഷം ഞാനിന്ന് വളരെയധികം ചേഞ്ച് എന്നിൽ വന്നിരിക്കുന്നു എന്ന് വ്യക്തി പറയുന്നു. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളില്ലാതെ വളരെ ശൂന്യത അനുഭവപ്പെടുന്നതായിട്ടും പറയുന്നുണ്ട്. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഐ മിസ് യു വെരി ബാഡ്ലി. ഒത്തിരി മിസ് ഫീലിംഗ് ഈ ഒരു റീഡിങ്ങിലും അതുപോലെ മെസ്സേജസിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, 48 hours എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നമ്പർ 33, പത്തനംതിട്ട ജില്ല. ഓക്കെ, പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, 2 weeks വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബ്ലൂ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്പർ 28 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ സി കിട്ടിയിട്ടുണ്ട്. 1975 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 38 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 1 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 7 കിട്ടിയിട്ടുണ്ട്. നമ്പർ 9 കിട്ടിയിട്ടുണ്ട്. 41 എന്ന് പറയുന്ന നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പർപ്പിൾ കളർ ഇഷ്ടമുള്ള ആളുകളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. 2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റ്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റർ ഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1994 എന്ന് പറയുന്ന വർഷം കിട്ടിയിട്ടുണ്ട്.
ജൂലൈ മന്ത് പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1996 കിട്ടിയിട്ടുണ്ട്. നമ്പർ 55 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്രേസി, വളരെ തമാശയും ക്രേസി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. റൈഡിങ്ങിന് താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.